നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു. അവിടെ ഒരു കാളീദേവിയുടെ പ്രതിഷ്ഠ. കാളീദേവി കറുത്ത് ഇരുണ്ട്, നാക്കൊക്കെ നീട്ടി, രക്തവും പുരട്ടി, കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ട്, മനുഷ്യൻ്റെ വിരളം മുറിച്ച് ഒരു അരിഞ്ഞാണൊക്കെ ഇട്ട് ഒരു കുന്തവും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. കൊച്ചു കുട്ടികൾ ഈ കാളി ഭഗവതി കൊണ്ട് അയ്യോ അമ്മേ എന്ന് വിളിച്ചു പേടിച്ച് അതിൻ്റെ രൂപം കാണുമ്പോൾ. പക്ഷേ എന്താണ് ഈ കാളി ഭഗവതി ഇങ്ങനെയുണ്ടെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരിക്കണം. കാളി ഭഗവതി കറുപ്പായിരുന്നോ? അല്ല, കാളി ഭഗവതി വെളുത്ത സുന്ദരിയാണ്. ശങ്കരാചാര്യ സ്വാമി, മലയാളിയായി ജനിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ, അദ്ദേഹം സർവജ്ഞപീഠം കയറിയ ശേഷം ശാരദാപീഠത്തിലിരുന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ത്രിപുര സുന്ദരി ദർശന ലഹരി. അപ്പോൾ ആദ്യം വിഘ്നേശ്വരി വന്നു, പിന്നെ ദുർഗാഭഗവതി വന്നു, പിന്നെ പാർവതി വന്നു, നാലാമത് കാളി ഭഗവതി വരികയാണ്. കാളി ഭഗവതി കണ്ടുകൊണ്ട് ശങ്കരാചാര്യർ പാടുകയാണ്: വിശ്വേശ്വരി നിൻ കനക കളേബര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം. കനക കളേബരം, സ്വർണ്ണം നിറമുള്ളവളായ സുന്ദരിയായ കാളി ഭഗവതി എന്നാണ്. ഉത്തരേന്ത്യയിലൊക്കെ പഞ്ചാബിലൊക്കെ കാളി ഭഗവതി ഇങ്ങനെ കണ്ടാൽ അവരുടെ നിറവും വെളുപ്പ, ഭഗവതിയുടെ നിറവും വെളുപ്പ. തെക്കേ ഇന്ത്യയിലും ബംഗാളിലുള്ള മനുഷ്യൻ്റെ നിറം കറുപ്പ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു വെളുത്ത ദേവിയെ കാണിച്ച നമ്മളുമായിട്ട് ബന്ധമില്ലെന്ന് തോന്നും ജനത്തിന്. അതിന് അവരുടെ നിറമാക്കി ഭഗവതി കറുത്ത ദേവി. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കാളിക്ഷേത്രം ഏതാണ്? മൃദംഗശൈലി ക്ഷേത്രം. അവിടുത്തെ കാളി ഭഗവതി എങ്ങനെ ഇരിക്കുന്നത്? സ്വർണ്ണം നിറമുള്ള സുന്ദരി, 2 കോടി രൂപയുള്ള വിഗ്രഹമാണ്. 12 രാജവംശത്തിൻ്റെ പ്രധാന ദേവതാസങ്കല്പം കാളി ഭഗവതിയാണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി നോക്കിയാൽ കാളി ഭഗവതി സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ്. സ്വർണ്ണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാളി ഭഗവതിയെ. അപ്പോൾ സ്വർണ്ണ നിറമുള്ള സുന്ദരിയെ എന്തിനാണ് കറുത്ത നിറമാക്കിയത്? അമ്മയ്ക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലും അമ്മയ്ക്ക് അത് കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തിനാണ് ഈ നാക്ക് നീട്ടി രക്തം വെച്ചിരിക്കുന്നത്? സംസാരശേഷി കൊടുക്കുന്നത് കാളി ഭഗവതിക്ക് ദാനമാണ്. നവരത്നങ്ങളിൽ ഒരാളിൻ്റെ മകനായിരുന്നു വാക്പടൻ. പ്രസംഗ കലയെപ്പറ്റി ഏറ്റവും ബെസ്റ്റ് പുസ്തകമാണ് വാക്പടൻ. ഈ വാക്പടൻ ഊമനും ബധിരനുമായിരുന്നു. ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് ഈ അച്ഛനെ രാജാവ് അഭിനന്ദിക്കുകയും 1000 സ്വർണ്ണനാണയം കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട് ബാക്കിയുള്ളവർക്ക് വലിയ അസൂയായി. അവർ രാജാവ് പോയ സമയത്ത് അവനോട് പറഞ്ഞു, നീ എന്തിനാണ് ഈ പൊട്ടനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അവനെ വീട്ടിലങ്ങനെ ഇട്ടിട്ട് വന്നോടായിരുന്നു. മകനെ, ഇങ്ങനെ പൊട്ടനും ബധിരനുമായ മകനെ ആക്ഷേപിച്ച് കേട്ടപ്പോൾ അച്ഛനും കരഞ്ഞുപോയി. ആ സമയത്ത് രാജാവ് വന്നു. എന്താണ് കരയുന്നത്? രാജാവിനെ അഭിനന്ദിച്ചതിന് ഇവരെല്ലാം കൂടെ എന്നെ കളിയാക്കി, പൊട്ടനെ വീട്ടിലിട്ടിട്ട് വന്നോടെ എന്ന് ചോദിച്ചു. കൂടെ കൊണ്ടുവന്ന് മകനെ കാണിച്ചിട്ട് രാജാവ് പറഞ്ഞു, നീ ഉജ്ജയിനിലെ കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയെ നിന്റെ മോൻ ശ്രദ്ധിക്കും. ഈ നവരത്നങ്ങളൊന്നും മോശക്കാരെന്നല്ല കേട്ടോ. ധന്വന്തരി ശമണക അമൃസിംഹ ശംഖു വേതാളഭട്ട കടകറപ്പര കാളിദാസ വരാഹ മിഹിര വരുചി. പറയൂറ്റ് ഭദ്രകുളത്തിൻ്റെ അപ്പൻ വരുചി 9ാമത്തെ ആളാണ്. ഇദ്ദേഹം മകനെയും കൂട്ടി കാളിക്ഷേത്രത്തിൽ പോയി 41 പ്രാപിച്ചപ്പോൾ ആ മകൻ വാക്പടൻ സംസാരിച്ചെന്ന് മാത്രമല്ല, പ്രസംഗ കലയെപ്പറ്റിയ മനുഷ്യൻ പുസ്തകം എഴുതി സംസ്കൃതത്തിൽ. നമ്മുടെയൊക്കെ ക്ഷേത്രത്തിൽ കഥകളി നടക്കും. ഈ കഥകളിയുടെ മുഴുവൻ കൃതികളും ആദ്യം രചിച്ചതാരാണ്? വിദ്വാൻ തമ്പുരാൻ. പഴശ്ശിരാജാവിൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന വിദ്വാൻ തമ്പുരാൻ. അദ്ദേഹം 4ാമത്തെ വയസ്സ് വരെ ഊമനും ബധിരനുമായിരുന്നു. അപ്പനമ്മയുടെ കുട്ടിയെ കൊല്ലാൻ വേണ്ടി മൃദംഗശൈലി ക്ഷേത്രത്തിന് മുമ്പിലുള്ള നീരൂറോടെ അടുത്തുകൊണ്ട് ഇരുത്തി കൊടുത്തു. കുട്ടി കളിക്കാനിറങ്ങും, ചത്തങ്ങ പൊങ്ങിക്കോളും. 4 ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ ബോഡി കാണുന്നില്ല. അവർ ചെന്ന് നോക്കിയപ്പോൾ, അച്ഛാ അമ്മയിൽ നിന്ന് കുട്ടി ഓടി വരും. നീ ഇങ്ങനെ സംസാരിച്ചു പോനെ? അതെ, ഇല്ല, വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിയാണ്, നീ പാലൊക്കെ തന്നു, സംസാരിക്കാൻ വേണ്ടിയെന്ന് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചെന്ന് പറഞ്ഞു. കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന മൃദംഗശൈലി ക്ഷേത്രത്തിലേക്കാണ്. മൃദംഗ ക്ഷേത്രത്തിൽ ഭഗവതിയാണ് ഇറങ്ങി വന്നെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ സംസാരശേഷിയുടെ ആള് കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് നാക്ക് നീട്ടി രക്തം പെട്ട് നിൽക്കുന്നത്. കാളി ഭഗവതി കഴുത്തിലൂടെ തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിനാണ് ഈ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ആ തലയോട്ടി കാത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി നൽകുന്നത് കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം കാളിദാസൻ്റെ കഥ അറിയാം. കാളിദാസൻ രുദ്രൻ എന്ന് പറഞ്ഞൊരു വിറകൂട്ടുകാരനായിരുന്നു. ആ ദേശത്ത്
വിദുഷിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ അറിവ് കൊണ്ട് തോൽപ്പിക്കുന്ന ഒരാളിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. പല പുരുഷന്മാരും പെണ്ണ് കാണാൻ വന്നു. എല്ലാത്തിനും ഇവൾ വാദിച്ച് തോൽപ്പിച്ചു. അവസാനം ശിഷ്യന്മാർ സേവകരെ കുഴപ്പി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രുദ്രൻ ഇരിക്കുന്ന ശാഖ വെട്ടി മണ്ടശിരോമണി താഴെ വീഴുമെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടില്ല. അവസാനം മര താപ്പോട് പോയപ്പോൾ ഇവൻ താപ്പോട് വരുന്ന വഴിക്ക് വേറൊരു കമ്പി പിടിച്ച് രക്ഷപ്പെട്ടു. അവനെയും കൊണ്ട് ഈ സേവകർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഈ വിദുഷിയായ സ്ത്രീയുടെ ഭിത്തിയിൽ ഒരു രാമരാവണ യുദ്ധത്തിന് പടം ഉണ്ടായിരുന്നു. അവിടെ രാവണനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. സ്ത്രീ കൊണ്ട് ഇവനെന്തൊരു വിട്ടിയടാണ്, രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ പറഞ്ഞാണ് ശരി. കാരണം വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കൈകേസർ 3 മക്കളുടെ പേര് പറയുന്നുണ്ട്. കുംഭകർണോ ഭഗാരോസ്തി വിഭീഷണ, രാക്ഷസാനായ കുലശ്രേഷ്ഠെ രാവണോ നൈവ രാവണ. കൈകേസര 3 മക്കളുടെ പേര് 2ാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ, വിഭീഷണൻ, മൂത്തവൻ്റെ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്താൻ നടക്കുന്ന സ്വഭാവമാണ്. ആ രാവണൻ നാട്ടുകാരാണ് പറഞ്ഞ് രാവണനായിപ്പോയതാണ്. സ്ത്രീ തോല് സമ്മതിച്ചു. അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ച ആദ്യ രാത്രി 12 മണിയായപ്പോൾ അവൾക്ക് മനസ്സിലായി വിഡ്ഢി കൂശ്മാണ്ട്. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈശ്വരൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആദ്യ രാത്രി 12 മണിയാകുമ്പോഴേ സ്ത്രീകൾക്ക് മനസ്സിലാവും ഭർത്താവ് എത്രയ്ക്കുണ്ടെന്ന്. പുരുഷൻ ഭാര്യയെ കൊണ്ട് എത്ര കാലം നടന്നാലും അവൻ പിടികിട്ടുന്നില്ല. അതാണ് പുരുഷൻ്റെ കുഴപ്പം. ഞാൻ തലശ്ശേരി ASP ആയിരുന്നു. 22 കൊല്ലം ഭാര്യയായിരുന്ന ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഓടിക്കളഞ്ഞു. ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു, നിൻ്റെ കൂടെ 22 കൊല്ലം ജീവിച്ചില്ലടാ, നിനക്കിതിൻ്റെ ഭാര്യയെ മനസ്സിലായില്ല സാറേ എന്നാണ്. ഇതാണ് പുരുഷൻ്റെ കുഴപ്പം. സ്ത്രീകൾ അങ്ങനെയല്ല. ഫസ്റ്റ് നൈറ്റിൽ അവൾക്ക് മനസ്സിലാവും ഇവൻ എത്രയ്ക്കുണ്ടെന്ന്. രാവിലെ ആ വിദുഷി രുദ്രനെ അടിച്ചിട്ട് പുറത്ത് വിട്ടു. രുദ്രൻ നടന്ന കാളിക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ കാളി ഭഗവതി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പോലീസ് ഭാഷ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോയിരിക്കുകയാണ്. പുരുഷന്മാർക്ക് കാളിക്ഷേത്രത്തിൽ പകൽ പോലും പോകാൻ പേടിയാണ്. ഇവൻ മണ്ടനല്ലേ, ഇവനകത്തൊരു കഥ അടച്ചു. കാളിഭഗവതി തിരിച്ചു വന്ന് നമുക്ക് അകത്താറാണ് കഥ അടച്ചിരിക്കുന്നത്. അകത്താരെന്ന് വെച്ചാൽ അവൻ പുറത്താരെന്ന് ചോദിച്ചു. 2 കൊണ്ട് വരുമ്പോൾ കാളിഭഗവതി പുറത്ത് കാളി, നമ്മൾ അകത്ത് ദാസൻ. അങ്ങനെ രുദ്രൻ്റെ പേര് കാളിദാസൻ എന്ന് മാറിയത്. കാളിദാസനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അറിവ് വേണം. നീ ആ താക്കോൽ ദാസിൽ കൂടെ നാക്ക് നീട്ടാൻ പറഞ്ഞു. ആ നാക്കിൽ കാളി ഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. നിങ്ങൾ ഞാനൊക്കെ എഴുതാനിരുന്നപ്പോൾ എഴുതിയ ഹരിശ്രീ ഉണ്ടല്ലോ, കാളിദാസൻ നാക്കിൽ കാളി ഭഗവതി എഴുതാണ്. അപ്പോൾ വിദ്യക്ക് തടസ്സം ഉണ്ടായിരുന്നു. വിഘ്നത്തിന് ആളാരാണ്? ഗണപതി. അതുകൊണ്ട് ഗണപതിയെ സൂചിച്ചുകൊണ്ടാണ് എഴുതുന്നത്, ഹരിശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. കാളിദാസൻ അറിവുള്ളവനായി മാറി. കാളിദാസൻ അത് വീട്ടിൽ വന്നു. അറിവും കൊണ്ട് പറയാൻ തുടങ്ങി. സ്ത്രീ അമ്പരന്ന് പോയി. സ്ത്രീ പറഞ്ഞു, അസ്ഥി കജ്ജി ദാഗുലാസ. ഓ, എന്തൊരു അറിവോടായി മനുഷ്യൻ. കാളിദാസൻ പറഞ്ഞു, എന്നോട് ബന്ധമൊന്നുമില്ല, നീ അടിച്ചിറക്കി വിട്ടല്ലേ, ഞാൻ പോവാം. പക്ഷെ നീ പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകാവ്യം എഴുതുക. കാളിദാസൻ ആദ്യം കുമാർ സംഭവം എഴുതുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. ഭാര്യയുടെ വാക്കിൽ നിന്ന് അസ്ഥി, അത് വെച്ചാണ് ആദ്യത്തെ മഹാകാവ്യം. 2ാമത് കാളിദാസൻ മേഘസന്ദേശം എഴുതുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖജ്ജിത് ദൈവത്തിലാണ് തുടങ്ങുന്നത്. 3ാമത് കാളിദാസൻ രഘുവംശം എഴുതി. ഗ്രേറ്റ് വർക്ക്. 9. ശ്രീരാമചന്ദ്രന് മുമ്പുള്ള 3 തലമുറ, ശ്രീരാമചന്ദ്രന് ശേഷമുള്ള 3 തലമുറ, നടുക്ക് ശ്രീരാമചന്ദ്രൻ. രഘുവംശത്തിൽ 7 രാജാക്കന്മാരുടെ കഥയാണ് രഘുവംശം. തുടങ്ങുന്നത് എങ്ങനെയാണ്? വാഗുലാസവാണി ഗണപതി. ഭാര്യ പറഞ്ഞ അസ്ഥി കജ്ജിത് വാഗുലാസ. 3 വാക്ക് ചേർത്തിട്ട് 3 മഹാകാവ്യം തുടങ്ങി കാളിദാസൻ. അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിന് അറിവ് നൽകുന്നത് കാളി ഭഗവതിയാണ്. അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഏറ്റവും താഴെ മനുഷ്യൻ്റെ വിരളം മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കിയിരിക്കുകയാണ്. ലോകത്തിൽ എന്തെല്ലാം സാധനം കൊണ്ട് അരിഞ്ഞാണം ഉണ്ടാക്കാൻ. ഇതിനാണ് ഈ മനുഷ്യൻ്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കുന്നത്. എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിരളം മുറിച്ച് ഇട്ടിരിക്കുന്നത്. കാളിദാസൻ്റെ കാലത്ത് രാജാക്കന്മാർക്ക് ഈ സമസ്യ ഇടുന്ന പരിപാടിയാണ്. 4ാമത്തെ വരി കൊടുക്കും, ബാക്കി 3 വരി ഫില്ലപ്പ് ചെയ്യണം. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് യുവമാരെ ഒന്ന് വട്ടളക്കാൻ വേണ്ടി ഒരു സമസ്യ ഇട്ട് കൊടുത്തു. ഖ ഇഖ ഗ ഇഖ. അകത്ത് 4 വ്യഞ്ജനങ്ങളാണ്, 4 വ്യഞ്ജനാക്ഷരങ്ങൾ. കവികളെല്ലാം കൂടെ അത് 5-6 ദിവസം നോക്കി ഒരു രക്ഷയില്ല. 7 ദിവസം ടൈം കൊടുത്തിരിക്കുന്നത്. 7ാം ദിവസം രാവിലെ ആയപ്പോൾ കാളിദാസൻ നേരെ
കാളിക്ഷേത്രത്തിൽ വന്നു ഉജ്ജയിനിയിൽ. ഭഗവതിയെ, നീയാണ് എനിക്ക് അറിവ് തന്നത്. ഞാനൊരു സമസ്യമില്ലാക്കുന്ന നമുക്ക് ഒരു രക്ഷയില്ല, നീ എന്നെ സഹായിക്കണം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കാളിക്ഷേത്രത്തിനപ്പുറത്തെ സ്റ്റെപ്പ് ഇറങ്ങി, 12 സ്റ്റെപ്പ്, ഞാനവിടെ പോയി ആ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നങ്ങോട്ട് ഇറങ്ങിയ ഒരു പാറ തൊട്ടപ്പുറത്ത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വന്നു. കളേഴ്സ് ചോദിച്ചു, കത്തോമ്പാലെ ഞാനാ മോളെ? അവളോട് കാഞ്ചനമല, എൻ്റെ പേര് കാഞ്ചനമല എന്നാണ്. കസ്യാപുത്രി ഞാനുടെ മോളാ. അവളോട് കനകലതയുടെ മോളാ. കളേഴ്സ് ചോദിച്ചു, കിംബാഹസ്തൻ്റെ കയ്യിലെന്താ മോളെ? അവളോട് കദലീപത്രം, താളിയോലയാണ്. കാവാരക്ക എന്ത് മോളെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? കൊച്ചുകുട്ടി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖ ഇക്ക ഗ ഇക്ക. കാളിദാസന് അപ്പം മനസ്സിലായി കാളിഭഗവതിയാണ്. കാളിഭഗവതി ഡിസപ്പിയർ ചെയ്തു, അപ്രത്യക്ഷമായി. ഒന്നാമത്തെ ഒരു കേട്ടപ്പോഴേ കാളിദാസനെ മനസ്സിലാകേണ്ടതായിരുന്നു. കത്തോമ്പാലെ കാഞ്ചനമല. കാഞ്ചനമല എന്ന് കാളിഭഗവതിയുടെ പര്യായതാണ്. സ്വർണ്ണ നിറമുള്ള സുന്ദരി, കാഞ്ചനത്തിന് നിറമുള്ള സുന്ദരി. പക്ഷെ ഒന്നാമത്തെ ഒരു കേട്ടപ്പോൾ കാളിദാസനെ മനസ്സിലായില്ല. കാളിദാസൻ ആ സമസ്യ വല്യപ്പ പോയി 1000 സ്വർണ്ണ നാണയം കിട്ടി കാളിദാസൻ. അപ്പോൾ ഈ ശ്ലോകത്തിന് പ്രത്യേകത എന്താണ്? അതിൻ്റെ ആദ്യത്തെ അക്ഷരം കായാണ്, നടുക്കത്തെ അക്ഷരം കായാണ്. കത്തോമ്പാലെ കാഞ്ചനമാല, കസ്യാപുത്രി കനകലതായ, കിംവാഹസ്തെ കദലീപത്രം, കാവാരക്ക ഗ ഇക്ക ഗ ഇക്ക. എല്ലാവരുടെയും തുടക്കവും കായാണ്, നടുക്കത്തെ അക്ഷരവും കായാണ്. അപ്പം ഇത് എഴുതാനുള്ള കഴിവ് കാളിഭഗവതിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ നമ്മൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. സരസ്വതിയെ നമിസ്തുവോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരീക്ഷയുടെ നമ്മൾ രാവിലെ പോകുന്നത് എവിടെയാണ്? പരീക്ഷയുടെ നമ്മൾ ഹിന്ദുക്കൾ പോകുന്നത് കാളിക്ഷേത്രത്തിലാണ്. പരീക്ഷ എഴുതുന്ന ആൾ കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് വിരളം മുറിച്ച് അരിക്കാനിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാളി ഭഗവതി വിഗ്രഹം കണ്ട് പേടിക്കുന്ന ഒരു കുട്ടിക്ക് എന്താ മോനെ കാളി ഭഗവതി ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിലേ കുട്ടി കാര്യം മനസ്സിലാകത്തുള്ളൂ.